ഇപ്പോൾ ഈ രക്ഷപ്പെട്ട ആൾക്കാരുടെ കണക്കുകൾ അവരുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ട് കൈ നഷ്ടപ്പെട്ട ആൾക്കാർ, രണ്ട് കൈയും കാലും നഷ്ടപ്പെട്ട ആൾക്കാർ, കണ്ണ് നഷ്ടപ്പെട്ട ആൾക്കാർ, അങ്ങനെ നിരവധി ഉണ്ട്. പലപ്പോഴൊക്കെ അവരൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവൊന്നുമില്ല. നമ്മളിപ്പോൾ വലിയ കാര്യത്തിലൊക്കെ രക്ഷിക്കുന്നുണ്ട്, ഇവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മരിക്കുന്നവരാണ് രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ ആദ്യമായിട്ടല്ല ഇങ്ങനെ യുദ്ധമുഖത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇങ്ങനെ ഇവിടെ തുടങ്ങി നടത്തിയിട്ടുള്ള മിക്കവാറും എല്ലാ യുദ്ധത്തിലൊക്കെ ഞാൻ ഒരു ഹ്യൂമാനിറ്റേറിയൻ വർക്കറിൻ്റെ ഭാഗം എന്ന നിലയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 45 രാജ്യങ്ങളിലെങ്കിലുമൊക്കെ ഇങ്ങനെ പല ഓർഗനൈസേഷൻ്റെ കൂടെ, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആയാലും UN കൂടെ ആയാലും റെഡ് ക്രോസ്, ICRC, അങ്ങനെ സേവ് ദ ചിൽഡ്രൻ, അങ്ങനെ ഒത്തിരി ഓർഗനൈസേഷൻസിൻ്റെ കൂടെയൊക്കെ മിക്കവാറുമൊക്കെ മിക്കവാറും എല്ലാ യുദ്ധങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പോയി പരിചയമുള്ളത് കൊണ്ട് തന്നെ മറ്റെല്ലാ സ്ഥലത്തും ആൾക്കാരെയും പരിചയമുള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇങ്ങനെ ഇത് പരിചയമുള്ള ആളായതുകൊണ്ട് സാധാരണ എല്ലാവരെയൊക്കെ വിളിക്കും. ഇങ്ങനെ മിക്കവാറും എല്ലാ സംഘടനകളൊക്കെ ഒരു ക്രൈസ്തബോ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് 22 മുതൽ ഉക്രൈനിലായിരുന്നു. ഉക്രൈനിൽ നിന്ന് അവിടുത്തെ അസൈൻമെൻറ്റ് ഏകദേശം ഒരു ലാസ്റ്റ് അസൈൻമെൻറ്റ് ഒരു ടീച്ചിങ് അസൈൻമെൻറ്റ്, ട്രെയിനിങ് അസൈൻമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴിക്കാണ്, ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന വഴിക്കാണ് വാസ്തവത്തിൽ അത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ അവസാനമാണെന്ന് തോന്നുന്നു. ഒക്ടോബർ 7 തൊട്ടാണ് ഇവിടെ യുദ്ധം തുടങ്ങിയത്. ഒക്ടോബർ അവസാനം ഞാൻ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഹ്യൂമാനിറ്റേറിയൻ ഒരു ക്രൈസിസായിട്ട് ഗാസയിലേക്ക് മാറിയത്. ആദ്യം അതൊരു ചെറിയ ബോംബിംഗ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടെങ്കിലും വലിയൊരു പ്രശ്നമായിട്ട് തുടങ്ങിയത് ഒക്ടോബർ അവസാനമൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ ഈ ഇടയിൽ കണ്ടിട്ടുള്ളതിനകത്ത് ഏറ്റവും വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസാണിത്. അപ്പോൾ അതെന്തായാലും അവിടെ പോവാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ ഒരു പരിചയം ഇങ്ങനെ ഈ പ്രത്യേകിച്ച് സർജിക്കൽ മേഖലയിലും അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലൊക്കെ ഒരു പല പ്രാവശ്യവും ഞാൻ UN എമർജൻസി മെഡിക്കൽ ടീമിൻ്റെ ഡയറക്ടറായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കാൻ തന്നെ ആണ് തീരുമാനിച്ചത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ ഒക്ടോബർ അവസാനം തിരിച്ച് വന്നിട്ട് നവംബർ 15 ആകുമ്പോഴേക്കും ഞാൻ ഗാസയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നവംബർ 15 മുതൽ ഏകദേശം ഇപ്പോൾ ഒരു 3 മാസം ആവറായി. ഇപ്പോൾ ഒരു ബ്രേക്കിനാണ് വാസ്തവത്തിൽ വന്നിട്ടുള്ളത്. തുടക്കത്തിൽ ഈ നമ്മൾ ആദ്യം കൈറോയിൽ പോയിട്ട്, കൈറോയാണ് അവിടുത്തെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ക്രൈസിസ് ഉള്ള സ്ഥലത്ത് ഏത് സ്ഥലത്തായാലും ശരി അവിടത്തേക്ക് എത്താൻ പറ്റുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ലോജിസ്റ്റിക്സും ട്രാവലും എല്ലാം ഓഫീസും എല്ലാം തുടങ്ങുന്നത് വാസ്തവത്തിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും. കൈറോ ആണ്, ഈജിപ്തിലെ കൈറോ ആണ് നമ്മൾ ഹബ്ബായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൈറോയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് തന്നെ വലിയ പരിപാടിയായിട്ട് മാറി. കാരണം അവിടെ ഈ ആക്സസ് ഈ പറഞ്ഞ ഗാസയിലേക്ക് പോകണമെങ്കിൽ തന്നെ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം, പലസ്തീൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം, ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. ഇതിനൊക്കെ അയച്ചിട്ട് ഇതിലെല്ലാം ഒരു ഫീഡ്ബാക്ക് കിട്ടി അവരുടെയൊക്കെ ഒരു പെർമിഷൻ മേടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര നൈറ്റ്മെയർ ആയിട്ടുള്ള പണിയാണ്. അത് നമ്മളത് പലവട്ടം ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചിട്ട് എല്ലാവരും നമ്മൾ മാത്രമല്ല UN ആൾക്കാർ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവസാനം ഇതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഡിസംബർ പകുതിയോടൊക്കെയാണ്. അങ്ങോട്ട് ഈ പറയുന്ന പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കൃത്യമായിട്ട് ആരോഗ്യ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടീമിനൊക്കെ പോകാൻ പറ്റുന്ന അവസ്ഥ എത്തുന്നത് പോലും ഡിസംബർ 15 കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടീം ഡിസംബർ 15 നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൈറോയിൽ നിന്ന് അപ്പോൾ ഈ പെർമിഷൻ എല്ലാം മേടിച്ച് ഒരു കോൺവോയ് ആയിട്ടാണ് പോകുന്നത്. പോകുന്ന ടീമെല്ലാം കൂടെ ഒരു 20-30 വണ്ടിയിലായിട്ടാണ് കൈറോയിൽ നിന്ന് അതിരാവിലെ പോകുന്നത്. അതിരാവിലെ പോയാൽ നമ്മൾ ഈ ഇസ്മായിലിയ ടണലിൻ്റെ അടിയിൽ കൂടെ, ഈ സൂയസ് കനാലിൻ്റെ അടിയിൽ കൂടെ ഒരു ടണലുണ്ട്, അതിലൂടെ അപ്പുറത്ത് കയറണം. അത്
സിനായിൽ പോകണം. സിനായിൽ നിന്ന് പിന്നെ തിരിച്ച് പോയിട്ട് അങ്ങ് അൽ ആരിഷ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അൽ ആരിഷ് ഈജിപ്തിൽ തന്നെയാണ്. ഇവിടേക്ക് പോകുന്നതൊക്കെ ഇപ്പോൾ ഒരു 15 ചെക്ക് പോയിൻറ്റുകളുണ്ട്. ഓരോ ചെക്ക് പോയിൻറ്റിലും നമ്മളിതുപോലെ അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചൊക്കെ കാത്തിരിക്കണം. പലപ്പോഴും ഒരു ദിവസം കൊണ്ടൊന്നും എത്തത്തില്ല. അൽ ആരിഷിൽ പലപ്പോൾ തങ്ങിയിട്ട് പിന്നെ വീണ്ടും അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എത്തുന്നത്. തന്നെ വളരെ മെനക്കെട്ട ഒരു ഏർപ്പാടാണ്. ഒരു പ്രാവശ്യം നമ്മൾ എത്തി നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കാരണം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ആശുപത്രിയും മറ്റുമൊക്കെ നമ്മൾ ചെല്ലുന്ന ദിവസം അവിടെ പകുതി എത്തുന്ന ദിവസം തന്നെ ബോംബിടുകയും ഹോസ്പിറ്റലിൽ ഒരു മെറ്റേണിറ്റി സെൻ്ററായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും നമുക്ക് പുൾ ഔട്ട് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ഒരു മെറ്റേണിറ്റി സെൻറ്ററും ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പള്ളിയും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ബോംബ് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ അവിടുത്തെ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ഗാസയിലെ നോർത്ത് ഗാസയെന്ന് ഈ ഗാസയെ 3ആയി തിരിക്കാം. നോർത്ത് ഗാസയും മിഡിൽ ഗാസയും സൗത്ത് ഗാസയും എന്ന് പറയുന്നത്. നോർത്ത് ഗാസയാണ് ജബാലി ക്യാമ്പൊക്കെ ഉള്ള ഈ അഷിഫ ഹോസ്പിറ്റലൊക്കെ ഉള്ള സ്ഥലം. മിഡിൽ ഗാസ ഡെയർ അൽബല നുസ്രൈത്ത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉള്ള പട്ടണങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഖാൻ യൂനിസ് അതിൻ്റെ പകുതിയിലേക്ക് വരും. ഏറ്റവും ഇങ്ങേറ്റത്ത് സൗത്ത് ഗാസയാണ്. ഒരു 15 കിലോമീറ്റർ ചുറ്റളവുള്ള ചെറിയൊരു പട്ടണമാണ് റഫ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ബോംബിങ് തുടങ്ങിയത് മുഴുവൻ നോർത്ത് ഗാസയിലാണ്. നോർത്ത് ഗാസയിൽ നമ്മൾ പറയുന്ന ഈ നവംബർ കഴിയുമ്പോഴേക്ക് നോർത്ത് ഗാസ മുഴുവൻ തരിപ്പണമായി. അവിടെയുള്ള മുഴുവൻ ആൾക്കാരും വാസ്തവത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് അവർ ഏകദേശം മിഡിൽ ഗാസയിലോ ഒക്കെ ആയിട്ട് പലപ്പോഴും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ സീസ് ഫയർ ഉണ്ടായിരുന്നപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. അത് നടന്നിട്ടില്ല. 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ഇപ്രാവശ്യം 5 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഗാസയിലാണ് ബോംബ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ മിഡിൽ ഗാസയിലുണ്ടായിരുന്ന ആൾക്കാർ വീണ്ടും അവിടെ നിന്ന് എടുത്തിയാടി ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു മൊത്തം പോപ്പുലേഷൻ ഏരിയ 2.8 മില്യൺ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് 2 മില്യൺ ആൾക്കാരെങ്കിലും ഇപ്പോൾ 2 മില്യൺ കൂടുതൽ ആൾക്കാരെങ്കിലും ഗസ ഈ പറഞ്ഞ റഫയിലാണ് ഉള്ളത്. അപ്പോൾ റഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാല് കുത്താൻ സ്ഥലമില്ലാതെ ഒരു 15 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 2 മില്യൺ ആൾക്കാർ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല. വീടുകളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ഉള്ള വീടുകൾ പുതിയ വീടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാവരും തന്നെ 85% ആൾക്കാരും ഈ പറയുന്ന പോലെ ഡിസ്പ്ലേസ്ഡ് ആയ ആൾക്കാരാണ്. അവർ സ്വന്തം വീടിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. വളരെ നല്ല നിലയിൽ താമസിച്ച ആൾക്കാർ, ഡോക്ടർമാരായിരിക്കും, നഴ്സുമാരായിരിക്കും, വലിയ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും താമസിക്കുന്നത് ഈ പറയുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതിലാണ്, ടെൻറ്റുകളിലാണ്. ടെൻറ്റുകൾ ഉണ്ടാക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോൾ ഈ പറയുന്ന ഈ റോഡുകൾ നമ്മളിപ്പോൾ ഒരു അതിർത്തി എന്ന് പറഞ്ഞ ഒരു വിശേഷണം ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുക വാസ്തവത്തിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് കയറുമ്പോഴായിരിക്കും. അത്രയ്ക്കും വലിയ വ്യത്യാസമാണ്. മണമടക്കം സ്ഥലത്തിൻ്റെ മണം, ശരിക്കും പറഞ്ഞാൽ ഫീക്കൽ സ്മെല്ല്, മലത്തിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവും. കാരണം എല്ലാവരും എല്ലാ സ്ഥലത്തും ഈ മലമൂത്ര വിസർജനം നടത്തും. കാരണം നേരത്തെ പറഞ്ഞ പോലെ താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ ലാട്രിൻ ഉണ്ടാക്കാനുള്ള സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആകെ കൂടെ ഉണ്ടാകുന്ന കുറേ ലാട്രിനൊക്കെ, ഒരു ലാട്രിനൊക്കെ 500 പേരൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അത് മലിനമായി എല്ലാം ഓവർഫ്ലോ ചെയ്ത് നശിച്ചിട്ടുണ്ടാവും. അതൊന്നും ക്ലീൻ ചെയ്യാൻ പോലുള്ള സമയമില്ല, വെള്ളമില്ല. ലാട്രിൻ ഉപയോഗിക്കേണ്ടി പറഞ്ഞ ഈ വെള്ളമില്ലാതിരിക്കുമ്പോൾ ഉള്ള വെള്ളം കുടിച്ചിട്ട്, ഈ പറഞ്ഞ ചീത്തയായ വെള്ളം കുടിച്ചിട്ട് ഇല്ലാത്ത രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു, ജിയാഡിയസ് ഉണ്ടാകുന്നു, ടൈഫോയിഡ് ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള മുഴുവൻ വയറ്റിളക്ക രോഗങ്ങൾ. നമ്മൾ അതിനൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസകോശം, നമ്മൾ ചുമയൊക്കെ പിടിക്കുമ്പോൾ ചുമയ്ക്കാൻ തുപ്പാനൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളൊരു മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ ഒരു ലാട്രിൻ വേണം. അത് ഒരു പ്രൈവസിയുള്ള സ്ഥലമായിട്ടും വേണം. അപ്പം അത് വെള്ളവുമില്ല, ലാട്രിനില്ല, അതിൻ്റെ പുറത്ത് ഡയറിയ. നമ്മളത് ഈ ഒരു സന്നിഗ്ധാവസ്ഥയെക്കുറിച്ച്
നമുക്ക് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ചിരിക്കാനൊക്കെ തോന്നുമെങ്കിലും ഒരു ജനത മുഴുവൻ ഇത് അനുഭവിക്കുമ്പോൾ ചിരിക്കാൻ കഴിയില്ല. ഈ ഡിഗ്നിറ്റി ഇല്ലാത്ത മനുഷ്യരായിട്ട് മാറും ആൾക്കാർ. ഒരു ഡിഗ്നിറ്റിയും ഇല്ലാത്ത മനുഷ്യരായി മാറും. എല്ലാ സ്ഥലത്തും മലമൂത്ര വിസർജനം ചെയ്യാൻ പാകത്തിൽ അവരുടെ ഈ പറയുന്ന ഏത് ഭാഗവും പുറത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനത്തെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അവർ പ്രായപൂർത്തിയായ സ്ത്രീകളും പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവർക്ക് പുറത്ത് സ്ഥലകാല ബോധമില്ലാതെയോ ഇല്ലെങ്കിൽ ബോധപൂർവമോ ആൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ കണ്ടാലും പ്രശ്നം ഈ പറഞ്ഞ ഈ ഡയറിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് വാസ്തവത്തിൽ ഇത് മാറിയിരിക്കുകയാണ്. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണമില്ല. ആകെ ഒരു നേരത്തെ എനർവ എന്ന് പറയുന്ന UN ഓർഗനൈസേഷൻ നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണമാണ് വാസ്തവത്തിൽ അവിടെ എവിടെ എന്തെങ്കിലും. അതിന് വേണ്ടിയിട്ടുള്ള അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവും അടിയും പറഞ്ഞറിയിക്കാൻ വയ്യ. കിലോമീറ്ററുകൾ എങ്കിലും നിൽക്കും ഈ പറയുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ. ഭക്ഷണം തീരാറാവുമ്പോഴുണ്ടാകുന്ന അങ്കലാപ്പും കുട്ടികൾക്കുണ്ടാകുന്ന വിശപ്പും. ഭക്ഷണം നമുക്കറിയാമല്ലോ, കിട്ടുമെന്ന് വിചാരിച്ച് അടുത്തെത്തുമ്പോൾ അത് തീർന്നു പോകുന്ന അവസ്ഥ. അത് അവരുടെ കരച്ചിലും ഈ ഭക്ഷണം കിട്ടാതെ ആകുമ്പോഴുള്ള കരച്ചിലും മുറവിളിയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ മരുന്നുകൾ നമ്മൾ ഈ പറഞ്ഞ എന്ത് സാധനമായാലും ശരി, ഈ അല്ലാരിഷ് മുതൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരം ലോറികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഈ ഇവിടത്തേക്കുള്ള മുഴുവൻ സാധനങ്ങളാണ്. ഒരിക്കലും കടത്തിവിടില്ല. ഇസ്രയേലി ഗവൺമെൻറ് കടത്തിവിടുന്നില്ല. ഇസ്രയേലി ഇപ്പോൾ മാത്രമല്ല, ഇസ്രയേലിലെ ജനങ്ങൾ മുഴുവൻ അവിടെ ഇവരുടെ ഇസ്രയേലിൽ ബന്ദിയാക്കിയപ്പെട്ട 138 പേരെ തിരിച്ചു വിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സമരമാണ് അവിടെ നടക്കുന്നത്. ആ സമരത്തെ ഇവിടെ എതിർക്കാനോ ഇല്ല, ആരും ഓടൊന്നുമില്ല. ഈ പറയുന്ന അതിർത്തി ഇസ്രയേലിലെ അകത്തൂടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുകയുള്ളൂ. ഇസ്രയേലിലെ സമ്മതമില്ലാതെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഈ മരുന്നുകൾ, ബ്ലാങ്കറ്റ്, ടെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും വഴിനീളെ കെട്ടിക്കിടക്കുകയാണ്. ഇന്ധനമില്ലാത്തത് കൊണ്ട് തന്നെ നേരത്തെ ഒരു കാര്യവും ആശുപത്രി അടക്കമുള്ള ഒരു കാര്യത്തിലതും പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. സോളാർ പാനലുകൾ, പഴയ സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അതിന് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ ഈ കറണ്ട് ഇല്ലാതാകുമ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ കുറ്റാക്കുറ്റിട്ടാണ്, പിച്ച് ഡാർക്ക്നെസ്സാണ്. കാരണം ഇതില്ല, കറണ്ടില്ല, ഫ്യൂവലില്ല എന്ന് വേണ്ട. ഈ പറയുന്ന നമുക്ക് ഈ പരിക്കേറ്റ് പ്രസവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ പ്രസവിക്കാനായിട്ട് 2 ഓപ്ഷന്. ഒന്നുകിൽ ഈ പറയുന്ന ഇപ്പോഴാണെങ്കിൽ ഇത് മഴയൊക്കെ പെയ്തിട്ട് അതിഭയങ്കരമായ തണുപ്പ്, ഒരു 4 ഡിഗ്രി ടെമ്പറേച്ചർ, 0-4 ഡിഗ്രി ഇടയ്ക്കുള്ള തണുപ്പാണ്. ഈ പറയുന്ന ഈ വിസർജ്യവും മൂത്രവും ഈ മഴവെള്ളവും ചെളിയും ഒക്കെ ഈ പറയുന്ന ടെൻറ്റുകളിലേക്ക് ഇങ്ങനെ അകത്ത് കയറി അതിന് സഹിക്കാൻ വയ്യാത്ത തണുപ്പത്ത് ബ്ലാങ്കറ്റ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു 2.2 മില്യൺ ആൾക്കാരുടെ കഥയാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പ്രസവിക്കാനുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷൻ. ഒന്ന്, ഈ പ്രസവിക്കാൻ വേദനയുള്ളപ്പോൾ കടിച്ചമർത്തി നിൽക്കുക. അത് സിസേറിയൻ ആക്കാൻ പറ്റുന്ന ഒരവസ്ഥ എത്തുമ്പോൾ ആശുപത്രി എത്തുക, സിസേറിയൻ നടത്തി കഴിയുക. അതാണ് ഒരു സേഫസ്റ്റ് പോസിബിലിറ്റി എന്ന് അവർ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ 50% പ്രസവങ്ങളും സിസേറിയനാവുന്ന പ്രശ്നം എന്താ? ഇതെല്ലാം കാത്തുകെട്ടി കിടക്കുകയാണ്. ഒരിക്കലും പ്രസവിക്കാൻ പറ്റാതെ ഇങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സെക്ഷൻ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരുന്നു. സ്ത്രീകളെ ഒരു വലിയ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന അവർ വീണ്ടും ഈ ചെളി വെള്ളത്തിൽ വന്ന് കിടക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സ്റ്റെൻറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രസവിക്കണം. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് രോഗം ഉറപ്പാണ്. അപ്പോൾ കുട്ടികൾ മരിക്കുന്നതിൽ എണ്ണമൊന്നുമില്ല. ഇങ്ങനെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണമൊന്നും കണക്കാക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ അപ്പോൾ ഈ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഈ പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും ഇങ്ങനെ കുതിച്ചു വീരുന്നത് ആരും കാണുന്നില്ല, കണക്കെടുക്കുന്നൊന്നുമില്ല. ബോംബിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തുകൂടെയാണ്
ബാക്കിയുള്ള ഈ ബോംബിങ് നടക്കുന്നതും കൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. അലക്സ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൻ്റെ മിഡിൽ ഗാസയിലേക്കാണ് ഞാൻ നേതൃത്വം നൽകുന്ന വലിയൊരു ടീം, എമർജൻസി മെഡിക്കൽ ടീം പോകേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഈ റഫയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 15-20 കിലോമീറ്ററിനിടയിലാണ് ഈ പറയുന്ന അലക്സ എന്ന സ്ഥലമുള്ളത്. അലക്സ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ അലക്സ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിയോഗിക്കുന്നത് തന്നെ അവിടെ 2 ദിവസം മുമ്പ് അലക്സ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങൾ ബോംബിട്ട് തകർത്തിരുന്നു. അപ്പോൾ അൽ ഷിഫ ഹോസ്പിറ്റലിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡോക്ടർമാരും അവിടെ നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. അവരെല്ലാവരും തദ്ദേശീയരെല്ലാവരും പാലസ്തീനിലെല്ലാവരും പലായനം ചെയ്തു. ആകെ 4 ഡോക്ടർമാർ, വയസ്സായ ഡോക്ടർമാരും 10-400 രോഗികളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കെയർ കൊടുക്കാനായിട്ട് ഭയങ്കര ക്രൈസിസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടീം അവിടെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഈ ഖാൻ യൂനിസിൽ അതിഭയങ്കരമായ ബോംബിങ് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സൈഡിൽ പുക ഇങ്ങനെ വീണ് ഓരോ സ്ഥലത്തും വീണ് ഒച്ച കേൾക്കുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്, മുറവിളി കേൾക്കുന്നുണ്ട്, സൈറൻ അടിക്കുന്നുണ്ട്, ഡ്രോണുകൾ പറക്കുന്നുണ്ട് എന്ന് വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ ടാങ്കുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു ഇതിനിടയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടൊരു ഡീകോൺഫ്ലിക്റ്റ് ചെയ്ത ഒരു തീരദേശത്തുള്ള വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ആശുപത്രിയുടെ മൊത്തം, ശരിക്കും ആശുപത്രി മാത്രമേ ഉള്ളൂ, ആശുപത്രിക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവനൊക്കെ തരിപ്പണമായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. റോഡ് ഇതുപോലെ തന്നെ വളരെ തിരക്കുള്ള ഒത്തിരി പേര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡെയർ അൽ ബലൈൻ. അവിടെ എത്തുമ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഒരു രൂക്ഷതയും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും. അവരെങ്ങനെയാണത് സൂമിൻ ചെയ്ത് ആളുകളെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഈ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ ആദ്യം തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഈ 1200 പേര് ആദ്യം ഈ പറഞ്ഞ ഇസ്രയേലിലേക്ക് കടന്നു കയറിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അവരുടെ നെറ്റ്വർക്ക് മുഴുവൻ സെർച്ച് ചെയ്ത് വലിയൊരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ സാധാരണ നെറ്റ്വർക്കൊന്നും വേറെ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്ന് കറണ്ടില്ല, 2 നെറ്റ്വർക്കില്ല, ഒന്നുമില്ല. അപ്പോൾ ആകെ കൂടെ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്രയേലിലെ നെറ്റ്വർക്കാണ്. അത് ഇടയ്ക്ക് ഒരു ഓൺ ചെയ്യുമ്പോൾ അവർക്ക് ഈ അതിലേക്ക് ലോഗിൻ ചെയ്യുന്ന ഫോൺ നമ്പറുകളുടെ ലിസ്റ്റ് കിട്ടും. അതിനകത്ത് ആ ലിസ്റ്റിനകത്തുനിന്ന് എളുപ്പമുള്ള തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഈ പറയുന്ന ഒരു 5-6 ഡ്രോണുകളുടെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ, നമ്മൾ ഈ പറയുന്ന ഡ്രോൺ വെച്ച് കഴിഞ്ഞാൽ ശബ്ദമില്ലാത്ത സാധനമായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കാണുന്നത്. അങ്ങനെയല്ല, വലിയ ഡ്രോണുകളാണ്. അതിൻ്റെ മോരാഴ്ച തന്നെ ഭയങ്കരമാണ്. അതിനകത്ത് ആളില്ലെങ്കിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മുഴുവൻ ഇരുന്ന് ഇങ്ങനെ വീക്ഷിക്കുന്നത് ഒരു 5-6 ഡ്രോണുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ പറക്കും. നമ്മുടെ പ്രൈവസി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാവും. ഇതെല്ലാം ഡ്രോണുകൾ ആദ്യം വളരെ ഉയരത്തിൽ പറക്കുന്നു, പിന്നെ താന്ന് വന്നിട്ട് അതൊരു സൂമിൻ ചെയ്തൊരു കുറേ സ്ഥലത്തേക്ക് അത് എത്തുന്നു. അപ്പോഴേക്കും അവർക്ക് മനസ്സിലാവും അടുത്ത ബോംബ് വരുമെന്ന്, മിസൈൽ വരുമെന്ന്. അപ്പോൾ ആണുങ്ങളൊക്കെ ഓടാൻ പറ്റുന്നവരൊക്കെ മിക്കവാറും ഓടും. പക്ഷേ എന്നാലും ഈ പറയുന്ന ഏത് സ്ഥലമെന്നറിയാത്തതുകൊണ്ട് ദിക്കില്ലാതെ ഓടുകയാണ് ആൾക്കാർ. നമുക്ക് ആളുകൾ ദിക്കില്ലാതെ എവിടെയെങ്കിലുമൊക്കെ പാഞ്ഞു പോയി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടികൾക്കും അമ്മമാർക്കും പോകാനൊരു സ്ഥലം ഉണ്ടാവില്ല. അവർക്ക് ഈ പറഞ്ഞ ഇത്രയും ഒരു വീട്ടിലൊക്കെ തന്നെ ഒരു 20-30 കുട്ടികളൊക്കെ, ചെറിയ കുട്ടികൾ, ഇൻഫൻസ് അടക്കമുള്ള കുട്ടികളും അവരുടെ അമ്മമാരും ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ല, അവരതിനകത്ത് കാണപ്പെടും. അപ്പോൾ അവർ ഈ പറയുന്ന ടാർഗറ്റ് എവിടെയാണോ അവിടെ ആ ബോംബ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് വീണു. പിന്നെ മുറവിളിയും ഒച്ചയൊക്കെ തന്നെയാണ്. ഒരു പ്രാവശ്യം ബോംബ് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും പോകില്ല. കാരണം വീണ്ടും മിസൈലുകൾ വന്ന് ഈ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുകൊണ്ടുള്ള അടുത്ത മിസൈലുകൾ വരും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞൊരു 3-4 റൗണ്ട് മിസൈൽ ആക്രമണം കഴിഞ്ഞിട്ടായിരിക്കും ആർക്കെങ്കിലും അങ്ങോട്ട് പോവുക. അപ്പോഴേക്കൊക്കെ മിക്കവാറൊക്കെ ആളുകൾ മരിക്കേണ്ട ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോയിട്ട് കൊണ്ടുവരുമ്പോൾ ഈ ജനങ്ങളാണ് വരുന്നത്.
ആദ്യം പറഞ്ഞ കുട്ടികളുടെ ജഡങ്ങളായിരിക്കും എല്ലാവരും കൊണ്ടുവരുന്നത്, എളുപ്പം കൊണ്ടുവരാൻ പറ്റുന്നതായതുകൊണ്ട്. ആശുപത്രി മുഴുവൻ, കാഷ്വാലിറ്റിയിൽ മുഴുവൻ ഇങ്ങനെ ജഡങ്ങളിങ്ങനെ നിരത്തിക്കിടത്തി അതിനകത്ത് എല്ലാവരും നെറ്റിയിൽ പോയി, കൊച്ചു കുട്ടികളുടെയൊക്കെ നെറ്റിയിൽ കൂടി പോയി പുറത്തേക്ക് പോകുന്ന ബ്രെയിൻ മാറ്ററൊക്കെ പുറത്ത് കിടക്കുന്ന രംഗം, കൈയും കാലും അറ്റ കുട്ടികൾ, അങ്ങനെ പല രീതിയിൽ മരിച്ച കുട്ടികളുടെ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾ, വലിയ പ്രായമായവരൊക്കെ വരും. അപ്പോൾ പറഞ്ഞ ലാപ്രോട്ടമിക്ക് പറ്റുന്ന കക്ഷികളെ നമ്മൾ എമർജൻസി ലാപ്രോട്ടമിക്ക് കയറ്റും. തിയേറ്ററിൽ വെച്ച് മരിക്കുന്ന കുറേ ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന ഏതാണ്, 1 വയസ്സുള്ള ഒരു കുട്ടി, 1 വയസ്സിന് താഴെയുള്ള കുട്ടി, അതിൻ്റെ ഒരു കയ്യിൽ എല്ലാ വിരലും പോയി, മറ്റേ കയ്യിൽ ഇവിടെ വെച്ച് പോയി. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 സിബ്ലിങ്സ്, സഹോദരങ്ങൾ മരിച്ചു. അമ്മ ടേബിളിൽ കിടന്ന് മരിച്ചു. അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റിസീമ മരിച്ചു. ആ കുട്ടി 1 വയസ്സിന് താഴെയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇതൊരു ജനോസൈഡിന് അപ്പുറത്തേക്കായി ഒരു വെറുതെ ചുമ്മാ ആളുകളെ നിരത്തിയിരുത്തി വെടിവെച്ചിട്ട് കൊല്ലുമ്പോൾ മരിച്ച്, നമ്മളിപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ നമ്മൾ ജനോസൈഡ് പറഞ്ഞ ജൂയിഷ് ജനോസൈഡ് കാണുമ്പോൾ അവർ വലിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് ആൾക്കാരെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ വെടിവെച്ചിട്ട് ആ കുഴിയിലേക്ക് തള്ളുന്നു, മണ്ണിട്ട് മൂടുന്നു, കഴിയുന്നു. ഇതല്ലേ ഈ പറഞ്ഞ ഒരു ജനത മുഴുവൻ ദുരിതത്തിനാക്കിക്കൊണ്ട് അവരെ ഇങ്ങനെ പട്ടിണിക്കിട്ട് മരിപ്പിക്കുക, ഇങ്ങനെ കൊല്ലുക, ഈ പറയുന്ന ജീവിക്കാൻ വെള്ളം കിട്ടാതെ കൊല്ലുക, അങ്ങനെ നിരവധി മേഖലയിൽ രീതിയിൽ ആൾക്കാരെ ഇങ്ങനെ കൊന്ന് രസിക്കുന്ന ഒരു ലോകവും, അതിനകത്തിങ്ങനെ ഒരു ഗതിയുമില്ല. ഇവർക്ക് പോകാൻ സ്ഥലമില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇവർക്ക് പോകാൻ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു നമ്മളിപ്പോൾ ജൂയിഷ് ജനസൈഡ് വേണമെങ്കിൽ പറയാം. അന്ന് ഈ പറയുന്ന ജൂതന്മാർക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് പോകാൻ സ്ഥലമില്ലായിരുന്നു. അവർ പല സ്ഥലത്ത് ഇതുപോലെയൊക്കെ അഭയം തേടിയിട്ട് ഒരു സ്ഥലത്ത് പോലും എത്താതെ തിരിച്ച് വീണ്ടും ജർമ്മനിയിലേക്ക് വന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് അപ്പുറത്ത് ഈജിപ്റ്റ് അതിർത്തി എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്റർ നീളത്തിലുള്ള ഈജിപ്റ്റ് അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ അവർ വെടിവെക്കും, ഇപ്പുറത്ത് കടലിൽ പോയാൽ കടലിൽ വെടിവെക്കും. അപ്പോൾ പോകാനൊരു സ്ഥലമില്ല. ഒരു ജനതയെ മുഴുവൻ പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു മൂലയ്ക്കാക്കിയിട്ട് അവരെ ഈ രോഗവും ബാക്കി ഭക്ഷണവും ഒന്നും കൊടുക്കാതെ കൊണ്ടിങ്ങനെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ട് അതിന് പുറത്ത് ബോംബും ഇട്ടും ബുദ്ധിമുട്ടിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് ചിരിക്കുന്നൊരവസ്ഥ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതൊരു ജനോസൈഡിന് അപ്പുറമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഓരോ സ്ഥലവും വ്യത്യസ്തമാണ്. അങ്ങനെ ഇപ്പം നമുക്ക് ഇങ്ങനെ സിമിലർ എന്ന് പറയാനൊരു ഇതുപോലെയൊരു സംഭവം ഇല്ല എന്ന് വാസ്തവത്തിൽ ശരിക്കും ഇങ്ങനെയില്ല. നമ്മളിപ്പോൾ ഇതിനെക്കാട്ടി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സൊമാലിയും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും ഒക്കെ തോക്ക് നമ്മൾ ഡേഞ്ചറസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിസൈൽ വന്ന് വീഴുന്നതോ അല്ലെങ്കിൽ ബോംബ് വന്ന് വീഴുന്നതോ ഒക്കെ എന്തായാലും മരിക്കുക, ആ സമയത്ത് മരിക്കുക. പക്ഷെ ഇതല്ല, തോക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ഇപ്പോൾ പറയുന്ന ഈ സൊമാലിയിലൊക്കെ എല്ലാവരും തോക്കും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഏത് നിമിഷവും വെടിപൊട്ടും, ഏത് നിമിഷവും നമുക്ക് റോഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വെടി കിട്ടും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും റിക്കോഷെ എവിടെയെങ്കിലും ഇട്ട് വെടിവെക്കുന്ന ബുള്ളറ്റ് തെറിച്ച് വന്ന് നമ്മുടെ പുറത്ത് കൊള്ളും. അപ്പം അത് വേറൊരു ലെവലാണ്. മാത്രമല്ല അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഇസ്രായേലി ഗവൺമെൻറ് ഇല്ല അവിടെയൊന്നും ഇല്ല. പക്ഷെ അവിടെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ആരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രയ്ക്കും പ്ലാനുകളാണ്. അതുപോലെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ആരെയോടാണ് നമുക്ക് ഈ പറയുന്ന ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് അറിയപ്പെടാതെ പോവുകയും, ഇല്ലെങ്കിൽ കയ്യിൽ ആയുധവുമായി നടക്കുന്ന ജനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. നെഗോഷിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായ സ്ഥലമാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ലിബിയയിൽ പോയപ്പോൾ അവിടുത്തെ കൊട്ടാരം പിടിക്കാൻ വന്ന ആ ഒരു ദിവസം, ഈ റവല്യൂഷൻ നടക്കുന്ന ദിവസങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും ഒക്കെ മിസൈലിന് മുമ്പിലൊക്കെ പെട്ട് കഷ്ടിച്ചൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇത് അതല്ല, നമ്മളിത് നേരിട്ട് കാണുന്ന ദുരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനതയെ മുഴുവൻ അടച്ചിട്ടിട്ട് അവർക്ക് പോവാം. ഇപ്പോൾ അവിടെ മണ്ണിന് വേണ്ടി പൊരുതുകയോ ഇല്ലെങ്കിൽ അവരുടെ നാടിന് വേണ്ടി പൊരുതുകയോ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ പൊരുതിക്കോട്ടെ. പക്ഷേ
ബാക്കി ഈ മില്യൺസ് ഈ പറഞ്ഞ അതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഇല്ലേ, അവർക്ക് പോകാൻ സ്ഥലം വേണ്ടേ, ഒരു ഓപ്പണിങ് കൊടുക്കണ്ടേ, അതാരും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്വല്, ഏത് യുദ്ധത്തിനകത്തും അതിൻ്റെ സെക്വല് എന്ന് പറയുന്നത് ഭയങ്കര നീണ്ടതാണ്. അതിൻ്റെ മുറിവുകൾ ഒരിക്കലും എന്താണ് നമ്മളെപ്പോഴും പലപ്പോഴും ഒക്കെ പല ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും ഈ വെടിയുണ്ടകളുടെ പാടുകളോട് കലഹിക്കാൻ കഴിയില്ല, ഒരു ജനതയ്ക്ക് കലഹിക്കാൻ കഴിയില്ല. എപ്പോഴും ഒരു വെടിയുണ്ട ഒരു സ്കാർ ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഒരു ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്കാറാണത്. തൊലിപ്പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തോ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്ന സ്കാറുകളാണ്. ആ സ്കാറൊന്നും ഒരിക്കലും മായത്തൊന്നുമില്ല, അത് ഒരിക്കലും തീർന്നു പോകത്തുമില്ല. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനകത്ത് പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ജീവച്ഛവങ്ങളായി ജീവിച്ച എത്രയോ ആൾക്കാരുണ്ട്. ഇതിനെക്കാട്ടിയും ഇപ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ മരിച്ച സ്ഥലങ്ങളാണെന്ന് സംഭവം. ഇതിനെക്കാട്ടിയും മോശമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള സംഭവങ്ങളുമാണ്. ഈ ഓസ്വിഷിൽ തന്നെ 3 മില്യൺ ആൾക്കാരെയാണ് വെറുതെ ഈ പറഞ്ഞ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നിട്ടുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആൾക്കാർ അവിടെ പിന്നെയും മരിച്ചിട്ടുണ്ട്. ഒരു യുദ്ധത്തിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഉണങ്ങുമെന്നോ എങ്ങനെയെന്നോ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. അറ്റ് പ്രസൻറ്റ് ഈ പറയുന്ന ഇവർക്ക് ഈ ഒരു പക്ഷേ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന പറഞ്ഞ ഇപ്പോൾ ഈ രക്ഷപ്പെട്ട ആൾക്കാരുടെ കണക്കുകൾ അവരുടെ ജീവിതമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ട് കൈ നഷ്ടപ്പെട്ട ആൾക്കാർ, 2 കൈയും കാലും നഷ്ടപ്പെട്ട ആൾക്കാർ, കണ്ണ് നഷ്ടപ്പെട്ട ആൾക്കാർ, അങ്ങനെ നിരവധി ഉണ്ട്. പലപ്പോഴൊക്കെ അവരൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവൊന്നുമില്ല. നമ്മളിപ്പോൾ വലിയ കാര്യത്തിലൊക്കെ രക്ഷിക്കുന്നുണ്ട്, ഇവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മരിക്കുന്നവരാണ് രക്ഷപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ജീവിച്ചിരിക്കുന്നവരും ഈ പറയുന്ന ഈ ദുരിതം പേറി ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടവരുടെയും കാര്യം അതൊന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് യാതൊരു അർത്ഥമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊരു പണ്ട് മുതലേ നമ്മളിത് നടത്തുന്ന ഇങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അന്ന് മുതലേ നമ്മളന്ന് 91 ലാത്തൂറിലെ എർത്ത് ക്വേക്കിൽ പോയിരുന്നതാണ്. എർത്ത് ക്വേക്കിൽ പോയപ്പോൾ നമുക്ക് അന്ന് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ലാത്തൂരിലെ എർത്ത് ക്വേക്കിൽ ഞാനിന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് പോയത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കും പോയപ്പോൾ ഒരു വലിയ ടീമായിട്ട് 10-20 പേരുള്ള ടീമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പരിക്കേറ്റ ആൾക്കാരുണ്ട്. നമ്മൾ ഈ പറയുന്ന സന്നാഹങ്ങളൊന്നും കൊണ്ടുപോയില്ല. അത്യാവശ്യം കുറച്ച് മരുന്നൊക്കെ കയറ്റി പോയി. ഒന്നും തികയത്തില്ല. ഒരു ദിവസം കൊണ്ട് ഒരു എർത്ത് ക്വേക്കിനകത്ത് ഉണ്ടാകുന്ന 10-20,000 പേരൊക്കെ മരിക്കുമ്പോൾ 1,00,000 പേര് ആശുപത്രിയിലാവുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും തികയത്തില്ല. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, ഡിസാസ്റ്റർ ടൂറിസ്റ്റുകളാകുന്ന ഒരു രംഗമാണ് അന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഓർഗനൈസേഷൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. അവരിത് ഒരു പ്ലാൻഡായിട്ട് 2 കണ്ടെയ്നർ ഹോസ്പിറ്റൽ പെട്ടെന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പൊളിഞ്ഞ ആശുപത്രിയുടെ അടുത്ത് വെച്ചിട്ട് അത് വിപുലപ്പെടുത്തി വലിയ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, സർജറിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റി. കാരണം അവർക്ക് വോളണ്ടിയേഴ്സിനെ വേണം. അപ്പോൾ നമ്മൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനൊരു മേഖലയൊക്കെ ഉണ്ടെന്നും. അപ്പോൾ ഞാനത് അവരുടെ കൂടെ നമ്മൾ ഒരു 2 ആഴ്ച പോകാൻ നിൽക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും ഞാനൊരു കൂടെ ഒരു 3 മാസം നിന്നിരുന്നു അവിടെ. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഈ പറഞ്ഞ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും ഇങ്ങനെ ദുരന്തത്തിൽ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും അതിൻ്റെ ഒരു സ്കില്ലും ഒക്കെ, വ്യത്യസ്തമായ സ്കില്ലുകൾ, നമ്മൾ സാധാരണ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ അത് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും, ഒരു സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതിനനുസരിച്ച് പുതിയ സംഭവം ഈ പറഞ്ഞ കണ്ടെയ്നർ ഹോസ്പിറ്റൽ സാധനം, ഇൻഫ്ലേറ്റബിൾ ഹോസ്പിറ്റൽ വേണം, സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കിറ്റുകൾ വേണം. ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഏർപ്പാടായിട്ടാണ് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു സംഭവമാണത്. അതിനുശേഷം അവരുടെ കൂടെ തന്നെ ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ PG കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ ഇവരുടെ കൂടെ ഒരു വർഷത്തിലെ മിക്കവാറും ഒരു 4 മാസം 5 മാസമൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് വോളണ്ടറി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ 10-45 രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നത്. അതൊരു ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പം നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ കേരളത്തിനകത്ത് നമുക്കങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യവും നമുക്കില്ല, ചരിത്രപരമായി തന്നെ ഇല്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന യുദ്ധം എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകരുതെന്ന തീരുമാനം മാത്രമേ നമ്മൾ കുടുംബത്തിനകത്തും ഹവ്വൊക്കെ എടുക്കാറുള്ളൂ. അല്ലാതെ സേഫായി നിന്നിട്ട് അവിടെ പോയി പ്രവർത്തിക്കാമെന്നുള്ള ധാരണ വാസ്തവത്തിൽ അവിടെ നമ്മുടെ കേരള ജനതയ്ക്കകത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ തിരിച്ച് വേറെ മേഖലകളിൽ അവർ സമ്മതിക്കുമ്പോൾ പത്രപ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ അടിയടക്കുമ്പോൾ അവരവിടെ പോയി നിൽക്കുന്നുണ്ട്, കൃത്യമായി ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സ്പേസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസാണ്. അപ്പോൾ ആ സ്പേസിനെ കുറിച്ചുള്ള ധാരണയില്ലായ്മ ഒരു നമ്മുടെ ചരിത്രപരമായി തന്നെ നമുക്കൊരു ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ എക്യുപ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷനൊക്കെ വാസ്തു ഇത്രയും ഡോക്ടർമാർ കൂടുതലുള്ള സ്ഥലം, ഇത്രയും നേഴ്സുമാർ കൂടുതലുള്ള സ്ഥലം, ഇതുപോലെ ഒരു സ്ഥലം ഇങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സ്ഥലം, നമുക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേറെ ഒരു ജനത വേറെ ഇല്ല. നമ്മൾ കാരണം അത്രയ്ക്കും ആൾക്കാർ ഇവിടെ നിന്ന് പോയി ഇപ്പം നമ്മൾ പുറത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും നഴ്സുമാരും എഞ്ചിനീയർമാരൊക്കെയാണ് എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും പോയി ഓരോ ഭാഷയും പഠിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ മിഡിൽ ഗാസയിൽ ഖാൻ യൂണിസിലാണ് ഇപ്പോൾ അവർ നിൽക്കുക. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ബോംബിങ്ങും ഒരു ആക്രമണമൊക്കെ നടക്കുന്നത് ഖാൻ യൂണിസിലൊക്കെയാണ്. അവിടെ അവർക്ക് വാസ്തവത്തിൽ ഒരു വലിയ റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഖാൻ യൂണിസിലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി അതായത് ഈ നോർത്ത് നമ്മളൊരു സ്ട്രാറ്റജി ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മളതനുസരിച്ചാണല്ലോ എവിടെയാണ് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജിസിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അടുത്ത എവിടെയായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് പരിക്കേൽക്കുക, അടുത്ത എവിടെയായിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക, അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഈ സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ അതുകൊണ്ട് ഈ ഇസ്രയേലിൻ്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു നമ്മൾ ആലോചിച്ചിടത്തോളം അവർ പറയുന്നതിനനുസരിച്ചും അവർ നോർത്ത് ഗാസ ബോംബ് ചെയ്ത് അത് മുഴുവൻ തരിപ്പണമാക്കി ഇപ്പോൾ ഒന്നുമില്ല. മിഡിൽ ഗാസയിൽ ഏകദേശം അവർ ഈ പറഞ്ഞ ഡെയർ എൽബല തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞു. ഈ ഖാൻ യൂണിസ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് റഫയാണ്. റഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാല് കുത്താൻ സ്ഥലമില്ലാത്ത ആ ഒരു സ്ഥലമാണ് റഫ. അവിടെ ഒരു ബോംബിങ് വാസൽ അവിടെയും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ സ്ഥലമാണ്. ഇവർക്ക് ഇനി വേറെ പോകാൻ സ്ഥലമൊന്നുമില്ല. ഇനി ഈജിപ്റ്റ് അതിർത്തി തുറന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു പലായനമൊക്കെ ഉണ്ട്. അത് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാളും സമ്മതിക്കാതിരിക്കുന്ന ഈജിപ്റ്റ് അവരുടെ സ്ഥിതി എനിക്ക് പരിതാപകരം. ഇതിനെക്കാട്ടി ട്രെച്ചറസ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ ഈ എല്ലാ സാധന സാമഗ്രിയും അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഈ ഇസ്രയേലിന് വേണ്ടിയിട്ടുള്ള ആയുധം അമേരിക്ക കൊടുക്കുമ്പോൾ അത് ഇറക്കി കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ ഈജിപ്റ്റും UAEയും സൗദി അറേബ്യയും. ഇവരാണ് പറയുന്നത് പലസ്തീനികൾ നമ്മളെ ബ്രദേഴ്സാണെന്ന് പറയുന്നത്. ഇവർക്ക് വേണ്ടി ഈ പലസ്തീനികളെ ബോംബിടാൻ വേണ്ടി കുട്ടികളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം അവരുടെ പോർട്ടുകൾ വഴി ഇറക്കി കൊടുത്തിട്ട് അവിടത്തേക്ക് സാധനങ്ങൾ കുറച്ച് അയച്ചിട്ട് അത് വഴി കിടക്കുകയും ഇവർ ഈ പറയുന്ന ഈ പൊട്ടിച്ചിരിയുടെ ഒപ്പം ഇവരും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെച്ചറസ് ആയിട്ടുള്ള നിലപാട് ഒരു ഭാഗത്ത് മാത്രമല്ല. ഇപ്പോൾ നോക്കുമ്പോൾ പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം പരാജിതരായിട്ടുള്ള ജനതയാണ് അവർ. ഈ പറഞ്ഞ ഈ പൊരുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റേ ഈ ഹമാസ് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പൊതുവെ ജനങ്ങളൊക്കെയും വാസ്തവത്തിൽ ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം എന്നൊരു ഒരു ജീവൻ്റെ പറഞ്ഞ നൂലിയുടെ തുമ്പിൽ തൂങ്ങിക്കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അപ്പുറത്തെത്തണമെന്ന് മാത്രം ആലോചിക്കുന്ന ജനതയാണ് അവർ. അപ്പോൾ മൊത്തമായിട്ടും അവർ ഈ പറഞ്ഞ ആർക്കാലും എതിരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റഫ എന്നൊരു സ്ഥലത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വയ്യ വാസ്തവത്തിൽ. കാരണം 2.5 മില്യൺ ആൾക്കാരെ ഒരുമിച്ച് വകവരുത്തുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് ഞാനിങ്ങനെ നമ്മളെ പലപ്പോഴൊക്കെ ദുസ്വപ്നം കാണുന്നത്. അപ്പോൾ അത് എങ്ങനെ നടത്തുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രം അതിൻ്റെ ഒരു സമയം മാത്രമാണ് ഞാൻ കാണുന്നത്. അതിന് എത്ര സമയം വേണ്ടി വരും, അത്രയും സമയം യുദ്ധവും നീണ്ടും. അതായിരിക്കും ഒരു യുദ്ധത്തിൻ്റെ അവസാനം. അല്ലാതെ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ പലസ്തീനികൾ ജയിച്ചിട്ടുകൊണ്ടോ ഇല്ലെന്നൊന്നും യുദ്ധം തീരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ആ ഒരു ജനോസൈഡിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറച്ച് പേര് രക്ഷപ്പെടുമായിരിക്കാം. ഏത് ജനോസൈഡിലും എല്ലാവരും ഒന്നും മരിക്കത്തില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ അർമേനിയൻ ജനോസൈഡ് ആയിരിക്കും, ജൂയിഷ് ജനോസൈഡ് ആയിരിക്കും, ഏത് ജനോസൈഡ് എടുത്തു കഴിഞ്ഞാലും
അതിനകത്ത് നിന്ന് ബഹുഭൂരിപക്ഷം പേര് മരിച്ചു പോകും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന കുറേ പേർക്ക് കാണുമായിരിക്കുമല്ലോ. ആരാണെന്നും ഇതിലൊക്കെ ഇപ്പം ജീവിക്കുന്ന അവർക്ക് തന്നെ അറിയില്ല. ഞാൻ രക്ഷപ്പെടുക, ഞാൻ ആരാ ജീവിക്കുന്നതൊന്നും അറിയില്ല. കുട്ടികളായിരിക്കും ജീവിക്കുക, വലിയവരെ ജീവിക്കുക, ഒന്നും അറിയത്തില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു എൻഡ് പോയിന്റ്, അവർ ഉദ്ദേശിക്കുന്ന എൻഡ് പോയിന്റ് വാസ്തവത്തിൽ ഇതിനകത്തും കൂടെ റൗണ്ട് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ധാരണ ഈ ഹമാസ് എല്ലാം കൂടെ വന്ന് ഇപ്പോൾ റഫേൽ താമസിക്കുന്നു. അപ്പോൾ റഫേലുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കി കഴിഞ്ഞാൽ ഹമാസ് അവസാനിക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. അപ്പോൾ അതിനേറ്റിട്ട് അടുത്ത സ്റ്റെപ്പ് അവിടത്തേക്ക് ഈ പറഞ്ഞ ഈ ഖാൻ യൂണിവേഴ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ റഫേലേക്ക് കടന്നു കയറി അവിടുത്തെ മുഴുവൻ ആൾക്കാരെയും കൊല്ലുക എന്നുള്ളത് തന്നെയായിരിക്കും.